ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം അറിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പണി കിട്ടും. ഡാവിഞ്ചി റിസോൾവിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് Ctrl+S അടിച്ച് സേവ് ചെയ്ത് പോവാണ് പതിവ്. പക്ഷേ നമ്മൾ Ctrl+S അടിച്ചില്ലെങ്കിലും അത് സേവ് ആവും. കാരണം ബൈ ഡിഫോൾട്ട് ഡാവിഞ്ചി റിസോൾവിൽ ഒരു ഓപ്ഷൻ ഓണായി കിടക്കും. അതിൽ ലൈവായിട്ട് സേവ് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ ചേഞ്ചസും. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും Ctrl+S അടിച്ച് സേവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇത് മാത്രം മതിയോ? പോരാ. നമ്മളൊരു നല്ലൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ചേഞ്ചസും നമുക്ക് സേവ് ആവണം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ടൈം ലൈനിലോ പ്രോജക്റ്റിലോ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ബാക്കപ്പ് നമ്മൾ മാനുവലി എടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് സേവായി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു സെറ്റിങ്സ് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിലുണ്ട്. അത് ഓൺ ആക്കി ഇട്ടിട്ട് വേണം എല്ലാവരും എഡിറ്റ് ചെയ്യാൻ. ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മുകളിൽ മെനുവിൽ വന്നിട്ട് ഡാവിഞ്ചി റിസോൾവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രിഫറൻസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സിസ്റ്റത്തിൻ്റെ തൊട്ടിപ്പുറത്ത് യൂസർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രോജക്റ്റ് സേവ് ആൻഡ് ലോഡെന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇവിടെ സേവ് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ലൈവ് സേവും അതുപോലെ തന്നെ ടൈം ലൈൻ ബാക്കപ്പും ഇവിടെ ഓൺ ആയിരിക്കും. ഓക്കെ, ഇത് ഓൺ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓൺ ആയിക്കോളൂ. അതിൻ്റെ കൂടെ ഈ കാണുന്ന പ്രോജക്റ്റ് ബാക്കപ്പ് കൂടി ഓൺ ആക്കിക്കോ. അപ്പോൾ ഇതെല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ. ഇത് ഈ കാണുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ദിവസം, മണിക്കൂർ, മിനിറ്റ്, ഇതെല്ലാം എന്താണ്, എങ്ങനെയാണ് വർക്കാവുന്നത്, നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതെല്ലാം ഓരോരുത്തരുടെ വർക്ക് ഫ്ലോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോയി സേവ് ആവുന്ന എവിടെയാണ്? ഇത് ഈ കാണുന്ന ബാക്കപ്പ് ലൊക്കേഷനാണ്. ഇതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പെർഫോം ബാക്കപ്സ് എവരി എന്ന് പറഞ്ഞിട്ട് 10 minutes എന്നും പറഞ്ഞ് ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണോ? വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പെർഫോം ബാക്കപ്പ് എവരി 10 minutes. അതിനർത്ഥം എല്ലാ 10 മിനിറ്റിലും നിങ്ങളുടെ വർക്കിൻ്റെ ഒരു ബാക്കപ്പ് സേവ് ആവും. എന്തൊക്കെ? ഈ കാണുന്ന പ്രോജക്റ്റ് ബാക്കപ്പും ടൈം ലൈൻ ബാക്കപ്പും ഓരോ 10 മിനിറ്റിലും സേവ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു 10 മണിക്ക് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് 10 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 10:10 ആകുമ്പോൾ എഡിറ്റിംഗ് 10 മണിക്ക് തുടങ്ങി 10:10 ആകുമ്പോഴത്തേക്കും ഒരു ബാക്കപ്പ് ഈ കാണുന്ന ഫോൾഡറിൽ ക്രിയേറ്റ് ആവും. ഇവിടെ താഴെ ഈ ബാക്കപ്പിൻ്റെ ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതുപോലെ 10:20 ആകുമ്പോൾ അടുത്തൊരു ബാക്കപ്പ്. അതുപോലെ 10:30, 10:40, 10:50, 11 മണി, ഇങ്ങനെ ഒരു 6 ബാക്കപ്പ് ഫയലുകൾ ഈ സമയത്തിൻ്റെ ഇൻ്റർവെല്ലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ്? പ്രോജക്റ്റ് ബാക്കപ്പും ടൈം ലൈൻ ബാക്കപ്പും ഇങ്ങനെ സേവ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ബാക്കപ്പ് സേവ് ആവുമെന്ന് വെച്ചിട്ട് ഒരുപാട് MB ഒന്നും ആവുമെന്ന് വിചാരിക്കരുത്. അത്രയൊന്നും ആവില്ല, എന്നാലും MB വരും. പക്ഷേ ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും MB ഒന്നും വരില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെയായാലും ഇത് എനേബിൾ ചെയ്തിട്ടേക്കുക. ഈ 10 മിനിറ്റ് അപ്പോൾ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചെയ്യുന്ന ഓരോ സെക്കൻഡിൻ്റെയും ചേഞ്ചസും നിങ്ങൾക്കൊരു ബാക്കപ്പായിട്ട് കിട്ടണം. ഒരു ചേഞ്ച് പോലും എനിക്ക് പിന്നീട് വീണ്ടും ചെയ്യാൻ വയ്യ എന്ന്. അതായത് നിങ്ങളിപ്പോൾ ഒരു എഡിറ്റിംഗ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റത്തെ ഗ്യാപ്പിലാണ് ഇത് സേവ് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം 10:10 ഒരെണ്ണം സേവായി. അപ്പോൾ നിങ്ങൾ 10:10 10:20 ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബാക്കപ്പ് ഏതാണ്? 10:10 ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്ത സെറ്റിങ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതും വേണം. എല്ലാ മിനിറ്റിനനുസരിച്ചും എനിക്ക് സേവിങ് ആവണം, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറച്ചിടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റോറേജിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ 5 മിനിറ്റിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യോ 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫുൾ ബാക്കപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? മറ്റേത് 6 ഫയലാണെങ്കിൽ ഇത് എത്ര എണ്ണം ആവും? 12 എണ്ണം ആവും. അതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും പഴയ ഫയലിനെ ഡിലീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ 10 വെച്ചിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 10 ആക്കി, 10 കൊടുത്തതെങ്കിൽ ഇപ്പോൾ 10:10, 10:20, 30, 40, 10:50, 11 മണി, ഇങ്ങനെ 6 എണ്ണമല്ലേ സേവ് ആകാൻ പോകുന്നത് ഒരു മണിക്കൂറിൽ. അപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് 11:10 ആകുമ്പോൾ അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ആവണ്ടേ. അപ്പോൾ ഈ അടുത്തൊരു ബാക്കപ്പ് 11:10 വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 10:10 ക്രിയേറ്റ് ആയ ഒരെണ്ണമില്ലേ, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഓരോ മണിക്കൂറിലും ആദ്യം ക്രിയേറ്റ് ചെയ്തതിനെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്തത് ക്രിയേറ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സംഭവം വർക്ക് ആവുന്നത്. അപ്പോൾ ഈ അവർലി ബാക്കപ്സ് ഫോർ ദ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ വർക്കാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 മണിക്ക് വർക്ക് തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ. 10 മണിക്ക് തുടങ്ങി 11 മണിയാകുമ്പോൾ ഒരു ബാക്കപ്പ് ഫയൽ ഇത് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും. അതുപോലെ 11 തൊട്ട് 12 മണിയാകുമ്പോൾ
ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എത്ര എണ്ണമായി? മൊത്തം 2 മണിക്കൂർ ഫയലുകളായി, അതായത് ബാക്കപ്പ് ഫയലുകളായി. 11 മണിക്കൂറെണ്ണം, 12 മണിക്കൂറെണ്ണം, അങ്ങനെ 2 ബാക്കപ്പുകളായി. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊടുത്തിരിക്കുന്നത് അല്ലേ, 2 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മണിക്കൂറിന് ശേഷം വരുന്ന ഫയൽ ആദ്യത്തേനെ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഇവിടെ വർക്കായത് കണക്ക് തന്നെയാണ്. ഇത് 1 മണിക്കൂറിൽ ആദ്യത്തേനെ ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ ഇതെന്ത് ചെയ്യും? 2 ഫയൽ സേവ് ചെയ്യും, 2 മണിക്കൂറിൽ സേവ് ചെയ്യും. അതായത് ആദ്യം 10 മണിക്ക് നിങ്ങൾ വർക്ക് തുടങ്ങിയാൽ 11 മണിക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ആയി, അടുത്ത 11 തൊട്ട് 12 മണിയാകുമ്പോൾ 12 മണിക്ക് വേറൊരു ഫയൽ ക്രിയേറ്റ് ആയി. അപ്പോൾ 2 മണിക്കൂറിൽ 2 ഫയലായി. ഇനി അടുത്ത 3-ാമത്തെ മണിക്കൂറാണ്. അപ്പോൾ 12 മണി തൊട്ട് 1 മണിയാകുമ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ആവുമല്ലോ. ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഈ 11 മണിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഫയൽ ഉണ്ടല്ലോ, അതിനങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ 2 അവിടെ നിൽക്കുന്നത്. അടുത്ത ഇനി 1 തൊട്ട് 2 മണിയാകുമ്പോഴത്തേ അടുത്ത ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു 12 മണിക്ക് ഉണ്ടായതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായോ? ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നാം ഇതെന്തിനാ ഈ 2 മണിക്കൂർ സെറ്റ് ചെയ്യുന്നത്? ഇവിടെ ഓൾറെഡി 10 മിനിറ്റ് വെച്ച് ഓരോന്ന് സേവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അതങ്ങടുത്ത് യൂസ് ചെയ്താൽ പോരെ? അവിടെയാണ് ഒരു മിസ്റ്റേക്ക്. നിങ്ങളുടെ വർക്ക് ഫ്ലോ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു 3 മണിക്കൂർ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ 3 മണിക്കൂർ കൊടുത്തു. അപ്പോൾ ഈ 3 മണിക്കൂറിൽ ലാസ്റ്റത്തെ 3 മണിക്കൂറിലെ ബാക്കപ്പ് ബോർഡ് ഉണ്ടാവും. അതായത് ആദ്യത്തെ 1 മണിക്കൂർ ചെയ്തത്, രണ്ടാമത്തെ 1 മണിക്കൂർ ചെയ്തത്, 3-ാമത്തെ മണിക്കൂർ ചെയ്തതായിട്ട് 3 ബാക്കപ്പ് ബോർഡ് ഉണ്ടാവും. പക്ഷേ ഈ 10 മിനിറ്റിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ലാസ്റ്റത്തെ ഓരോ മണിക്കൂർ എന്ത് ചെയ്യും? പഴയതിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? പക്ഷേ അപ്പോഴും ഇതിലെന്തുണ്ടാവും? 1 മണിക്കൂർ മുമ്പ് നമ്മൾ ചെയ്ത ബാക്കപ്പും ഇതിലുണ്ടാവും. ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഡേ ആണ്. ഡെയിലി ബാക്കപ്പ് ഫോർ ദ ഫാസ്റ്റ്, അതായത് ഡെയിലി ബാക്കപ്പാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്തു, കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ വർക്ക് നിർത്തി, ആ ഒരു പ്രോജക്റ്റ് നിർത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഒരു കോപ്പി എടുക്കും. ഇന്നത്തെ ദിവസം ഏതാണോ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫയല് ബാക്കപ്പ് എടുക്കും. ഇനി അടുത്ത ദിവസം നിങ്ങൾ വരുമ്പോൾ ആ ഒരു ദിവസം ലാസ്റ്റ് ആകുമ്പോൾ അന്നത്തെ ദിവസവും ഒരു ഫയൽ കോപ്പി എടുക്കും. മനസ്സിലായോ? അതായത് നിങ്ങൾ വർക്ക് ചെയ്ത് നിർത്തുന്ന ആ ദിവസത്തെ ലാസ്റ്റ് ദിവസമാണ് ഉദ്ദേശിക്കുന്നത്, ലാസ്റ്റ് സമയമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് സമയമാണോ വർക്ക് ചെയ്ത് നിർത്തുന്നത് അന്നത്തെ ദിവസം. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 5 മണിക്ക് നിർത്തിയെങ്കിൽ അന്നത്തെ ദിവസത്തെ ഒരു കോപ്പി ഇവ എടുത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസവും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന ഏത് ദിവസമാണോ നിർത്തുന്നത് ആ സമയത്തുള്ള ഒരു കോപ്പിയും കൂടി എടുത്ത് വയ്ക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ളതല്ല, ആ ഒരു സമയം വരെ ചെയ്ത 2 ബാക്കപ്പുകൾ ഇവ എടുത്ത് വയ്ക്കും. അതിനുശേഷം 3-ാമത്തെ ദിവസം നിങ്ങളുടെ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത്, 3-ാമത്തെ ദിവസം നിങ്ങളൊരു 5 മണിയാകുമ്പോൾ വർക്ക് നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യം എടുത്ത ബാക്കപ്പില്ലേ ഇവ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ലാസ്റ്റത്തെ 2 ദിവസം മാത്രം കീപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇത് എത്ര വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് വർക്കാവുന്ന രീതി മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ബൈ ഡിഫോൾട്ട് അതിൽ കിടക്കുന്ന കണക്ക് 10-2-2 ഇത് തന്നെ കീപ്പ് ചെയ്യുക. കാര്യം മനസ്സിലായവർ നിങ്ങളുടെ വർക്ക് ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് ഈ സമയമെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മുതൽ എൻ്റെ വർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ വർക്ക് കറക്റ്റായി പോയി എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കറക്റ്റായെങ്കിൽ തൊട്ട് 10 മിനിറ്റ് മുമ്പുള്ള ബാക്കപ്പ് എടുത്ത് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം എനേബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്തതായിട്ടുള്ളത് ബാക്കപ്പ് ലൊക്കേഷനാണ്. ഇത് കഴിവതും നിങ്ങൾ C വയ്ക്കാതിരിക്കുക. കാരണം C ഡ്രൈവ് സാധാരണ എല്ലാവരും നമ്മുടെ പ്രോഗ്രാംസും സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഫയലുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊരു സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രൈവ് SSD ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രൈവ് കണ്ടെത്തിയിട്ട് ആ ഒരു ഡ്രൈവിൽ ജസ്റ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 10 മിനിറ്റിലും അവിടെ ബാക്കപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഓരോ മണിക്കൂറിലും ബാക്കപ്പ് ക്രിയേറ്റ് ആവും. അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന അടുത്ത 3-ാമത്തെ മണിക്കൂറിലെ ബാക്കപ്പ് വരുമ്പോൾ ഈ ഓരോ മണിക്കൂർ സേവ് ആയ ബാക്കപ്പിൽ ആദ്യത്തെ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഇതും 2 ദിവസത്തെ സേവായി കിടക്കും. 3-ാമത്തെ ദിവസത്തെ സേവ് ആക്കുന്ന സമയത്ത് 1-ാമത്തെ ദിവസത്തെ ഡിലീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ 10 മിനിറ്റ് കൊടുത്താൽ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ 1 മിനിറ്റ് കൊടുക്കുവാണേ. 1 മിനിറ്റ് ഞാൻ ഇവിടെ കൊടുത്തു. ഈ ഓരോ മിനിറ്റിലും നമുക്കിനി ബാക്കപ്പ് കിട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ, 2 മണിക്കൂറോ ഒക്കെ കിടക്കട്ടെ. നമുക്ക് ഈ ഒരു 1 മിനിറ്റിൽ സേവ് ആവുന്ന ബാക്കപ്പ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുവാണേ. ഓക്കെ, ഇനി ഞാനൊരു ഫയൽ വലിച്ച് നമ്മുടെ ടൈം ലൈനിൽ ഇടുകയാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം. ഇങ്ങനെ കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. ഇതായിരുന്നു നമ്മുടെ ബാക്കപ്പ് ഫോൾഡർ. അവിടെ ഓൾറെഡി ഇപ്പോൾ
റിസോൾവിൻ്റെ പ്രോജക്റ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഒരെണ്ണം ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മിനിറ്റിലും ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മളിങ്ങനെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഓരോ മിനിറ്റിലും ഓരോ കോപ്പി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റൊന്നും വെക്കരുത് കേട്ടോ. 1 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മണിക്കൂറുകൾ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഒരു 10 ആക്കി വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ആക്കി വെക്കുക. അപ്പോൾ ഓരോ കോപ്പി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ. ലാസ്റ്റത്തെ 1 മണിക്കൂറിനകത്ത് എത്ര ടൈമാണോ അതിലുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ കോപ്പി എടുത്തുകൊണ്ടേയിരിക്കും. നമുക്കിനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിനൊന്ന് കളർ ഗ്രേഡ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കളർ പേജിലോട്ട് പോയിട്ട് നമ്മുടെ ലറ്റ്സ് പാക്ക് ഇവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ലറ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ബീച്ച് അല്ലേ, ബീച്ച് സൈഡിലുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ്ടേ കണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കാണും കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാമേ. യെസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതും കൊള്ളാം. ഇതെടുക്കാം നമുക്ക്. ഇത് അപ്ലൈ ചെയ്യണേ. ഞാൻ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കോൺട്രാസ്റ്റ് മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്യണേ. എന്നിട്ട് പിവറ്റ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ. നമുക്ക് ഹൈലൈറ്റ് കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓഫാക്കി നോക്കട്ടെ. കണ്ടോ, സിമ്പിളായിട്ടൊരു കളർ ഗ്രേഡ് ചെയ്താണ്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് സ്കിൻ ടോണൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം. ഈ ലറ്റ്സ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു സെക്കൻഡറി ഒരു ഓപ്ഷനായിട്ട് മാത്രം ഉപയോഗിക്കുക, അല്ലാതെ മെയിൻ ലറ്റ്സ് ആയിട്ട് ഉപയോഗിക്കരുത്. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ള കറക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഓവറോൾ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ ഈ ലറ്റ്സ് എപ്പോഴും ഉപയോഗിക്കാവൂ കേട്ടോ. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നതാണ് കുറേ ലറ്റ്സ് എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചിട്ടും അവർക്ക് ഉപയോഗം വന്നിട്ടില്ല എന്ന്. പക്ഷേ ലറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ മാരകമാവണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ലറ്റ്സ് ഉപയോഗിക്കുന്നത് അതിനൊരു ഓവറോൾ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ബാക്കി നമ്മളാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ചെയ്ത് വേണം നമ്മളൊരു ഫൈനലായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിക്കാം. അവിടെ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ID-യിലോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫോൾഡറിലോട്ട് പോയി നോക്കിയാലോ, അവിടെ എന്ത് വന്നു. അതാ വന്നല്ലോ, കണ്ടോ. ഇങ്ങനെ ഓരോ മിനിറ്റ് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്താണെന്നറിയോ, നമ്മുടെ ടൈം ലൈൻ ഓരോ മിനിറ്റിലും ഇപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 1 മിനിറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിലും ടൈം ലൈനും ഇവിടെ സേവ് ആവും. ഇവിടെ ബാക്കപ്പും സേവ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇനി ഓരോ മണിക്കൂറും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ, 2 മണിക്കൂറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഓരോ മണിക്കൂറും ഇവിടെ അതും സെപ്പറേറ്റ് ഇവിടെ സേവ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് അത് വർക്കാവുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ലൈവ് സേവ് എന്ന് പറഞ്ഞിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ മെഷീനെ മാത്രം നമ്പരുത്, സോഫ്റ്റ്വെയറിനെ മാത്രം നമ്പരുത്. എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കളർ ഗ്രേഡിങ്ങോ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ Ctrl+S കൂടി അടിച്ചടിച്ച് പോവാം. ബാക്കപ്പ് അവിടെ ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് അത് തന്നെ അപ്പോഴും കിട്ടുവാണെങ്കിൽ പിന്നെ ബാക്കപ്പ് തപ്പി പോകണ്ടല്ലോ. അപ്പം Ctrl+S കൂടി നല്ലൊരു മാറ്റം എന്തെങ്കിലും വരുത്തുമ്പോൾ നിങ്ങളത് അടിച്ചടിച്ച് വേണം പോകാനായിട്ട്. അല്ലാതെ ഇതിനെ മാത്രം വിശ്വസിച്ചിരിക്കരുത് കേട്ടോ. ഇതെൻ്റെ ഒരു സജഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഏതെങ്കിലും വീഡിയോസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.